കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര ഇടപെടൽ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇതുവരെ വിജയിച്ചില്ല. കാന്തപുരത്തിന്റെ ഇടപെടലിലാണ് പ്രതീക്ഷ എന്ന് ചൂണ്ടിക്കാട്ടി ശ്രീ ശശി തരൂർ 2020 മുതൽ പല രീതിയിലുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ കാര്യത്തിൽ 2020 മുതൽ വിവിധ ഇടപെടൽ നടന്നിട്ടുണ്ടെങ്കിലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിലാണ് ഇപ്പോൾ നിർണായകമായത് എന്ന് ശശി തരൂർ MP. യമനിൽ ഇന്ത്യക്ക് ഒരു എംബസി ഉണ്ട്. എന്നാൽ യമനിലെ രാഷ്ട്രീയ സുരക്ഷാ സാഹചര്യം കാരണം 2015 മുതൽ ജിബൂട്ടിയിലെ ഒരു ക്യാമ്പ് ഓഫീസിൽ നിന്നാണ് സനയിലെ ഇന്ത്യൻ എംബസി താൽക്കാലികമായി പ്രവർത്തിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ നയതന്ത്രപരമായ ഇടപെടലുകൾ ഇതുവരെ വിജയിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടും. ഈ അവസരത്തിൽ ഓൾ ഇന്ത്യ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും ജാമിയ മർക്കസ് ചാൻസലറുമായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ദീർഘകാല സുഹൃത്തും യമനി സൂഫി ഇസ്ലാമിക പണ്ഡിതനുമായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിസ് മുഖാന്തരം നടത്തുന്ന ഇടപെടൽ പുതിയ പ്രതീക്ഷ നൽകുന്നതാണ്. അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ വിജയകരമാകാൻ കേരളം ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ശശി തരൂർ ശക്തമായ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. മതത്തിന്റെയും സമുദായത്തിന്റെയും പേരിൽ മനുഷ്യനെ വേർതിരിക്കാനും വെറുപ്പും വിദ്വേഷവും വളർത്താനും ശ്രമം നടക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യത്വമാണ് ഏറ്റവും പരമപ്രധാനമെന്ന് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് ആദരണീയനായ കാന്തപുരം ഉസ്താദ് എന്ന് ശശി തരൂർ ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. ഏറ്റവും എല്ലാ മാധ്യമങ്ങളും, അതായത് ഈ ഞാൻ പേര് പറയുന്നതിൽ വിഷമം തോന്നുന്നു, തീവ്ര ക്രിസംഗി തീവ്ര ഹിന്ദുത്വവാദികൾ ഒഴിച്ച് ബാക്കി എല്ലാവരും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിന്റെ സ്വാഗതം ചെയ്യുകയും അതിനെ ആഘോഷിക്കുകയും ചെയ്യാണ്. എല്ലാ പത്രങ്ങളും, മനോരമയാകട്ടെ, മാതൃഭൂമിയാകട്ടെ, ഏഷ്യാനെറ്റ് ആകട്ടെ, ഫ്ലവേഴ്സ് ന്യൂസ് 24 ആകട്ടെ, വേറെ ചില ആൾക്കാർ വന്ന് അതിൽ നെഗറ്റീവ് പറയുകയാണ്. നെഗറ്റീവ് പറയുന്നതിനെ കുറിച്ച് പറയാൻ പോലും താല്പര്യമില്ല. എല്ലാവരും ഇതിൽ ശ്രമിച്ചു കാണും, എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ചാണ്ടി ഉമ്മന്റെ ശ്രമങ്ങൾ നല്ലതാണ്, ഗവർണറുടെ ഭാഗത്തുനിന്നുള്ള ശ്രമം നല്ലതാണ്, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുതിയത് നല്ലതാണ്, ഇവരുടെ ജെറോം, ഇവരുടെ അഡ്വക്കേറ്റ്, നിമിഷപ്രിയയുടെ അഡ്വക്കേറ്റ് അവിടെ അദ്ദേഹം നടത്തുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണ്. ഇതൊന്നും എല്ലാവരും അംഗീകരിക്കുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ പലപ്പോഴും ചില ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നെഗറ്റിവിറ്റി കൊണ്ടുവരാനോ നോക്കുകയാണ്. അങ്ങനെയുള്ളവരത് ചെയ്യരുത് എന്നുള്ളതാണ് അവരോടുള്ള താഴ്മയായ അഭ്യർത്ഥന. യഥാർത്ഥത്തിൽ അത് സമൂഹത്തിൽ വളരെയധികം ഒരു എന്താ പറയണേ, മോശം കാര്യങ്ങൾ കൊണ്ടുവരും. ഈ സാമുവൽ ജെറോം, ഭാസ്കരൻ അടക്കമുള്ള എല്ലാവരുടെയും, സാമുവൽ ജെറോം അടക്കമുള്ള എല്ലാവരുടെയും ഇടപെടൽ നല്ലതാണ്. പോസിറ്റീവായ അത്തരം കാര്യങ്ങൾ വരുന്നതിന് ആർക്കാ. പക്ഷെ ഇതിൽ ക്രെഡിറ്റ് എന്ന രീതിയിൽ ചില ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അവരുടെ പേര് പോലും പറയുന്നില്ല ഞാൻ. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരുടെയും